രാഹുൽ നമസ്കാരം. നമസ്കാരം ജി, നമസ്കാരം. വളരെ സന്തോഷമുണ്ട് അങ്ങോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു. അതല്ലേ, നമ്മൾ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ ഞാൻ ഫോൺ വിളിക്കാറുണ്ട്. റിപ്പോർട്ട് ടിവിയിലുള്ളപ്പോൾ ഇന്ന് 7 മണിക്ക് ചർച്ചയ്ക്ക് നികേഷ് സാറിന്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കണം, അല്ലെങ്കിൽ അപർണയുടെ ചർച്ചയ്ക്ക് അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ആ സ്വരം വളരെ പരിചിതം. അതല്ലേ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കും. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? നമ്മൾ ഈ മെൻസ് കമ്മീഷന്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അല്ല, എനിക്കത് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിൽ എനിക്ക് 2-3 കാര്യങ്ങൾ കൃത്യത വരുത്താറുള്ളത്. ഞാനൊരു പുരുഷനാണ്, അല്ലേ, രാഹുൽ ഒരു പുരുഷനാണ്. എന്തിനാണ് ഈ അസോസിയേഷൻ? എൻ്റെ ഒരു ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഏത് സമയത്ത് എവിടെ ഇറങ്ങിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല എന്നാണ് കറക്റ്റ്, അല്ലേ? അപ്പോൾ ആ ഒരു അസോസിയേഷൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന് അസോസിയേഷനെക്കാട്ടി ഇതൊരു കമ്മീഷൻ, അതായത് വനിതാ കമ്മീഷൻ പോലെ നിയമപരമായ ഒരു കമ്മീഷനാണ്. അതാണ് ഒരു സ്വകാര്യ ബില്ലായിട്ട് നമ്മുടെ അസംബ്ലി കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, സ്ത്രീകളാണ്. അതാണ് ഇതിലെ ഫസ്റ്റ് ലൈൻ. 100% അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകൾ നേരിടുന്ന പോലെ നമ്മുടെ റോഡിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല. ഏത് സമയത്തും ഇറങ്ങി നടക്കാം. ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഒരു നൂറ്റാണ്ടിൻ്റെ പോരാട്ടം കൊണ്ട് സ്ത്രീകളും നമ്മുടെ പൊതുസമൂഹവും നേടിയെടുത്തതുമാണ്. അതിനെ 100% അംഗീകരിക്കുന്നു. എന്നാൽ അതോടൊപ്പം മാറിയ കാലത്ത് പുരുഷന്മാർക്കും അവരുടേതായ യുണീക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. ആ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങക്ക് പ്രത്യേകിച്ച് മൂവി രംഗത്തും വളരെ പരിചയങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആൾക്കെതിരെ പരാതി കൊടുത്തു. നമ്മളെല്ലാം കണ്ടു. DGPക്കാണ് സാക്ഷാൽ നിവിൻ പോളി പരാതി കൊടുത്തത്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് അത് കോടതി റിപ്പോർട്ടും കൊടുത്തു. പൊതുസമൂഹത്തിനും തെളിവാണ്. കാര്യം നിവിൻ പോളിയുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു. ആ സമയത്ത് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി പറഞ്ഞത് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ്. അതിനുശേഷം ആ പെൺകുട്ടിയോട് നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നല്ലോ എന്ന് തെളിവ് കാണിച്ച്, കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, കാണിച്ച് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ വാക്കങ്ങി ഓർമ്മ കാണും, ഞാൻ ഉറക്കപ്പിച്ചിൽ മാറ്റി പറഞ്ഞതാണ്. അപ്പോൾ നിവിൻ പോളി പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ ഇതേവരെ ഒരു റിപ്പോർട്ട് കൊടുത്തു, FIR കൊടുത്തു. ആ പെൺകുട്ടിക്ക് ഒരു നോട്ടീസ് എങ്കിലും കൊടുത്തു. 164 എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനോടുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം എത്രയോ പേർ കള്ളം പറയുന്നു. അതിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുന്നുണ്ട്? ഇനി ചാണ്ടി സാർ, ഞാൻ സിനിമാരംഗം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഏറ്റവും ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയം. സരിത കള്ളപ്പരാതി കൊടുത്താണെന്ന് അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു. പോട്ടെ, എല്ലാവർക്കും അറിയാന്നുള്ള വാദം ഞാൻ എടുക്കുന്നില്ല. കോടതി കണ്ടെത്തി വ്യാജ പരാതിയാണ്, ഇല്ലേ? സരിതയ്ക്കെതിരെ എന്താ ആക്ഷൻ എടുക്കാത്തത്? എത്രയധികം അങ്ങനെ വ്യാജ പരാതികൾ വരുന്നു. ഈ വ്യാജ പരാതി കൊടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ പോലീസ് പരാതി എടുത്തേ കാണുന്നുണ്ടോ? അതെന്താ അങ്ങനെ? അല്ല, അവിടെയാണ് ചോദ്യം. താങ്കൾ ഒരു അഡ്വക്കേറ്റാണ്, അഭിഭാഷകനാണ്, അല്ലേ? കോടതിയാണ് നമ്മളെല്ലാം മാനിക്കുന്നത്, എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്ന കോടതിയാണ്. കോടതി ഒരു പോലീസ് ഒരു കേസെടുത്താൽ പോലും കോടതിയിൽ തെളിവാണ് നമുക്ക് വേണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് ഈ നിയമ സംവിധാനം, കോടതിയിലുള്ള നിയമ സംവിധാനം മാറ്റി എഴുതേണ്ടതാണെന്ന് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കോടതികളാണ് നമ്മുടെ എല്ലാം പ്രൊട്ടക്ടർ. കാര്യം ഒരു ബാലൻസ് ഉണ്ട്. മറുഭാഗത്തിനും പറയാനൊരു വാദമെങ്കിലും കിട്ടും. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ശക്തനായ ഒരാൾ വന്ന് അവൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് ചിലപ്പം വിചാരിക്കും. കോടതി അങ്ങനെ വിചാരിക്കില്ല. മറുഭാഗത്തെ വാദവും മറ്റും എടുക്കും. എൻ്റെ ചോദ്യം, കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പോലീസ് ഈ വ്യക്തിക്കെതിരെ FIR ഇടുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു മീഡിയക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടോ? പോട്ടെ, പെട്ടെന്ന് ഇന്നലത്തെ മിനിഞ്ഞാത്തത്തെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഓർമ്മ കാണുമല്ലോ. കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ. കമാൽ പാഷ സാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ചെരുപ്പെടുത്തു കൂടെ നടക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലോയറായ വ്യക്തിയാണ്. നമുക്കെല്ലാം ആദരണീയനായ പോസിറ്റീവായ ഒരുപാട് നല്ല വിധിന്യായങ്ങൾ തന്നിട്ടുള്ള കമാൽ പാഷ സാർ പ്രമുഖമായ TV ചാനലുകളിൽ ഇരുന്ന് പറയുകയാണ്, അങ്ങനെ ഒരു പക്ഷേ കേട്ട് കാണുന്നത്, ഗത്യന്തരമില്ലാതെ കോണർ ചെയ്യപ്പെട്ടപ്പോൾ ഗ്രീഷ്മ ഷാരോനെ കൊന്നതാണ്. അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് പോയത്. അവൻ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അടുത്തത് ഒരു വാക്കും കൂടെ കേട്ട് കാണും. അങ്ങനെ അവസാനം കൊടുക്കേണ്ടി വന്നു. അവസാനം അന്തസ്സോടെ കഷായം കൊടുത്തു. ആ വാക്കും അങ്ങ് ശ്രദ്ധിച്ചു. അന്തസ്സോടെ കഷായം കൊടുത്തു, അന്തസ്സോടെ വിഷം കൊടുത്തു എന്നാണോ പറയണത്? ഇനി തിരിച്ച് ഇനി ഇതെല്ലാം മറച്ചോട്ടെ. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചവനാണ്. ആ മരിച്ച ഷാരോൺ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചു. വാവേ എന്നാണ് വിളിക്കുന്നത്. മരണത്തിൽ പോലും അവൻ തെള്ളി പറയാൻ തയ്യാറായില്ല. ഇതൊന്നും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഷീർ സാറിന്റെ വിധി ഞാൻ എടുത്തു പറയുകയാണ്. ബഷീർ സാറിന്റെ വിധിയിലെ വാക്കാൽ വാക്ക് പറയുകയാണ്. ആ വ്യക്തിയെക്കുറിച്ച് വിക്ടിം ഷെയിം ചെയ്യാനും ഇപ്പോഴും ഷാരോനാണ് വേട്ടക്കാരനെന്നും ഗ്രീഷ്മ ഇരയാണെന്നും ചിത്രീകരിക്കാൻ നമ്മുടെ കമാൽ പാഷ സാർ നോക്കിയതിന് ആരെങ്കിലും പ്രതിഷേധമെങ്കിലും ചെയ്തു? ഇനി വേണ്ട, ഞങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്തു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.